السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ആദ്യത്തെ 13 ആയത്തുകളാണ് പാരായണം ചെയ്ത് അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കിയത്. 14 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം ആ ഭാഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖദ് അഫ്ലഹ മൻ തസക്ക وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവൻ ആ ദൃഷ്ടാന്തങ്ങൾ സംവിധാനിക്കുകയും അതിന് നന്ദി കാണിക്കാൻ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ ആവശ്യപ്പെട്ടതൊക്കെയാണ് ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹ മൻ തസക്ക, തീർച്ചയായും സ്വയം പരിശുദ്ധി കൈവരിച്ചവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഖദ് എന്നുള്ള വാക്ക് ഒരുപാട് അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പൊതുവെ ഉപയോഗിക്കപ്പെടാറുള്ള അർത്ഥം തീർച്ചയായും എന്നുള്ള ഒരർത്ഥമാണ്. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ തസക്ക, പരിശുദ്ധി പ്രാപിച്ച ആളുകൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഫ്ലഹ എന്ന് പറയുന്ന വാക്ക് അത് ഫലാഹ് എന്ന് പറയുന്ന വാക്കിൽ നിന്നും വന്നിട്ടുള്ള വാക്കാണ്. വിജയിച്ചു എന്നർത്ഥം വരുന്ന ഫലാഹ്, വിജയം എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് അഫ്ലഹ എന്ന് വന്നിട്ടുള്ളത്. ഫലാഹിന് പണ്ഡിതന്മാർ പറയാറുള്ളത് ഒരു വിശാല അർത്ഥമുള്ളൊരു പദമാണ്. ചുരുക്കി അവർ പറയാറുള്ളത് ഹുവ അൽ ഫൗസു ബിൽ മത്ലൂബ് വൻ നജാത്തു മിനൽ മർഹൂബ്. അൽ ഫൗസു മിനൽ മത്ലൂബ്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യമുള്ളത് അതിലെല്ലാം നമുക്ക് വിജയം ലഭിക്കുക, അതെല്ലാം നമുക്ക് നേടാൻ സാധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വൻ നജാത്തു മിനൽ മർഹൂബ്, എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടലാണ്. അതാണ് ഫൗസ്, ഫലാഹ് എന്ന് പറയുന്ന വാക്കിനർത്ഥം. ഖദ് അഫ്ലഹ, അങ്ങനെയുള്ള വിജയം കൈവരിച്ചിരിക്കുന്നു, അഥവാ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നേടിയിരിക്കുന്നു, എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു. ആരാണ്? മൻ തസക്ക, ആരാണോ സ്വയം അവൻ തസ്കിയത്ത്, പരിശുദ്ധി പ്രാപിച്ചത് ആരാണോ അവനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിജയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തസക്ക എന്ന് പറയുന്ന വാക്ക് തസ്കിയത്ത് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്. ആ വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. തസ്കിയത്ത്, ആത്മ ശുദ്ധീകരണം, തസ്കിയത്തു നഫ്സ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ തസ്കിയത്ത് എന്ന് പറയുന്ന വാക്കിനർത്ഥം തത്ഹീർ എന്നാണ്, ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ശുദ്ധിയാക്കുക എന്നാണ് അർത്ഥം. ഇപ്പോൾ സക്കാത്ത് അതുമായി ബന്ധപ്പെട്ട വാക്കാണ്. എന്തുകൊണ്ടാണ് സക്കാത്തിന് സക്കാത്ത് എന്നുള്ള പേര് വന്നത്? കാരണം അത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കലാണ്. അതോടൊപ്പം തന്നെ മനുഷ്യ മനസ്സിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളെ ശുദ്ധീകരിക്കലും സക്കാത്തിലുണ്ട്. ഏത് സ്വഭാവമാണ്? മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണ് ബുഖ്ൽ എന്നുള്ള, പിശുക്ക് എന്ന് പറയുന്നൊരു സ്വഭാവം. ആ സ്വഭാവത്തെ ഇല്ലാതാക്കി കളയും. സക്കാത്ത് കൊടുക്കുന്നവൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. സമ്പത്ത് മുഴുവൻ പൂഴ്ത്തി വെച്ച് ആർക്കും വിട്ടുകൊടുക്കാതെ പിശുക്കി പിടിക്കുക എന്നതിൽ നിന്നും മാറി സാധുക്കൾക്ക്, ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉന്നതമായ ഗുണത്തിലേക്ക് സക്കാത്ത് കൊടുക്കുന്നവൻ എത്തിച്ചേരും. അതോടൊപ്പം അവൻ്റെ സമ്പത്തിലും എന്തുണ്ടാകും? ശുദ്ധീകരണം ഉണ്ടാകും. എന്നതുകൊണ്ടാണ് സക്കാത്ത് എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്നും സദഖ, അഥവാ ഖുർആനിൽ പ്രയോഗിച്ചത് സക്കാത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. സക്കാത്ത് സ്വീകരിക്കുക. തുതഹിറുഹും വതുസക്കീഹിം ബിഹ, അത് അവരെ ശുദ്ധീകരിക്കുന്നതാണ്,
അതുപോലെ തന്നെ അവരെ വൃത്തിയാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോശപ്പെട്ട ഗുണങ്ങളിൽ നിന്നുമൊക്കെ അവരെ ശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഖദ് അഫ്ലഹ മൻ തസക്ക, ആരാണോ സ്വയം പരിശുദ്ധി പ്രാപിച്ചത് അവൻ വിജയിച്ചിരിക്കുന്നു. തസക്ക, എന്തിൽ നിന്നെല്ലാമാണ് ഒരാൾ പരിശുദ്ധി അല്ലെങ്കിൽ ശുദ്ധീകരണം നടത്തേണ്ടത്? നമ്മൾ പറഞ്ഞു തസക്ക എന്ന് പറഞ്ഞാൽ തതഹറ എന്നാണ്. അപ്പം എന്തൊക്കെ കാര്യത്തിൽ നിന്നും ഒരാൾ ശുദ്ധി വരുത്തേണ്ടതുണ്ട്? അവൻ ഉള്ളും പുറവും നന്നാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു അവൻ്റെ ലാഹിറും ബാത്തിനും നന്നാക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായി അവർ പറയാറുള്ളത് യതസക്ക അവലൻ മിനശ്ശിരിക്കി ബിന്നിസ്ബത്തി മുആമലത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇടപാടിൽ നമ്മൾ ഒന്നാമതായി ഷിർക്കിൽ നിന്നും നമ്മുടെ കൽബിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നന്നാക്കേണ്ടതുണ്ട്. കൽബിൽ ഷിർക്കിൻ്റെ ഒരംശം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രതീക്ഷകളും പ്രത്യാശകളും ആഗ്രഹങ്ങളും ഭയപ്പാടുകളും ഭരമേൽപ്പിക്കലും അങ്ങനെ കൽബ് കൊണ്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം. അതുപോലെ നമ്മുടെ പ്രവർത്തനം ആളുകളെ കാണിക്കാനോ ആളുകളെ കേൾപ്പിക്കാനോ ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനോ ഒന്നുമാകാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് നാളെ അവനെ കണ്ടുമുട്ടണമെന്ന് മാത്രം പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരുവനാണ് ചെറുതും വലുതുമായ ഷിർക്കിൽ നിന്നും തൻ്റെ കൽബിനെ ശുദ്ധീകരിച്ചവൻ എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന വിഷയത്തിലും ഒരാൾക്ക് ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന വിഷയത്തിൽ ശുദ്ധീകരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു ബിഹൈസു ലാ യബ്തദിഉ ഫീ ശരീഅതിഹി ലാ ബിഖലീലിൻ വലാ കസീർ. അവൻ്റെ ശരീഅത്തിൽ, അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ചെറുതോ വലുതോ ആയ ഒരു ബിദ്അത്തുകളും അവൻ കൊണ്ടുവരാൻ പാടില്ല. ലാ ഫിൽ ഇഅ്തിഖാദ് വലാ ഫിൽ അഖ്വാലി വലാ ഫി അൽ അഫ്ആൽ. അവൻ്റെ പ്രവർത്തനങ്ങളിലാകട്ടെ സംസാരങ്ങളിലാകട്ടെ വിശ്വാസങ്ങളിലാകട്ടെ ഒരു തരത്തിലുള്ള പുതുതായ ഒരു പ്രവർത്തനവും അവൻ്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള വിഷയത്തിൽ, അവിടുത്തെ പിൻപറ്റുന്ന വിഷയത്തിൽ ഒരാളുടെ കൽബിൽ തസ്കിയത്ത് വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പം തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വയല് മാത്രം കേൾക്കലല്ല തസ്കിയത്ത്. ഏറ്റവും വലിയ തസ്കിയത്ത് ഷിർക്കിൽ നിന്ന് നമ്മുടെ കൽബിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ തസ്കിയത്ത്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് വയല് പറഞ്ഞ് കരഞ്ഞ് ആൾക്കാർ അതിൽ ബേജാറായി സ്വർഗ നരകമൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായ തസ്കിയത്ത് എന്താ വേണ്ടത്? അവൻ്റെ കൽബിൽ എല്ലാ രൂപത്തിൽ ഷിർക്കിൽ നിന്നും അവൻ്റെ കൽബിനെ മുക്തമാക്കണം. അതാണ് ഏറ്റവും വലിയ തസ്കിയത്ത്. ആ തസ്കിയത്ത് ലഭിക്കാതെ ബാക്കിയുള്ള എന്ത് പാപങ്ങളിൽ നിന്നും ഒരാൾ വിട്ടു നിന്നാലും അവൻ്റെ തസ്കിയത്ത് ലഭിച്ചിട്ടില്ല, അവൻ വിജയിച്ചിട്ടില്ല. ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് പറയുന്ന ഇനത്തിലേക്ക് അവൻ പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കൽബിൽ നിന്നും ഷിർക്കുമായി ബന്ധപ്പെട്ട ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ ഷിർക്കിൻ്റെ അംശങ്ങളും ലാഞ്ചനകളും അത് ഇല്ലാതാക്കി തീർക്കണം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ, അവിടുത്തെ പിൻപറ്റുന്ന വിഷയത്തിലുള്ള തസ്കിയത്താണ്. അത് അവിടുത്തെ കൊണ്ടുവന്ന കാര്യങ്ങളിൽ പുതുതായി ഒന്നും കൂട്ടിച്ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് സംസാരത്തിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ വിശ്വാസത്തിലാകട്ടെ അവിടുന്ന് കാണിച്ചെന്ന മാർഗത്തിൽ മാത്രമായിരിക്കണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു അത് വഹാദ അനി അത്തസ്കിയത്തു ബിന്നിസ്ബത്തി റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിലുള്ള തസ്കിയത്ത്. വഹുവ ഇത്തിബാഉഹു, അവരെ പിൻപറ്റലാണ്. മിൻ ഗൈരി ഇബ്തിദാഇൻ, അവിടുന്ന് യാതൊന്നും പുതുതായി കൂട്ടിച്ചേർക്കാതെ. ലാ യൻതബിഖു തമാമൻ ഇല്ലാ അല ത്വരീഖത്തി സലഫിയ്യ ത്വരീഖത്തു അഹ്ലിസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സലഫി മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അവൻ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലദീ യുഅ്മിനൂന ബികുല്ലി മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫീ കിതാബി ഔ അലാ ലിസാനി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ത്വരീഖത്തി സലഫിയ്യ അല്ലദീന ലാ യബ്തദിഊന ഫിൽ ഇബാദാത്തി അൽ ഖൗലിയ്യ വലാ ഫിൽ ഇബാദാത്തിൽ ഫിഅലിയ്യ ഷൈഅൻ ഫീ ദീനില്ലാഹ്. അവരെങ്ങനെയാണ് അവരുടെ വിശ്വാസങ്ങളിലാകട്ടെ കർമ്മങ്ങളിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ സംസാരങ്ങളിലാകട്ടെ എല്ലാം അല ത്വരീഖത്തി സലഫിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹാബികളുടെ മാർഗം പിൻപറ്റുന്നവരായിരിക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ നാമവിശേഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ അതിനെ ദുർവ്യാഖ്യാനിക്കുക, അതിനെ തള്ളിക്കളയുക, ഇതൊന്നും സഹാബികൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. സഹാബികൾ വിശ്വസിച്ചത് അള്ളാഹ്ക്കൊരു വിശേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അതുണ്ട്. അത് ഞാൻ നിഷേധിക്കാനും പോകുന്നില്ല, അതിനെ ദുർവ്യാഖ്യാനിച്ച് മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരാനും പോകുന്നില്ല. ആ കാര്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആ വിശേഷണം അള്ളാഹുവിനുണ്ട്, അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ്. ഇതാണ് വിശ്വാസപരമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സലഫിൻ്റെ മാർഗം അതാണ്. ഈ പറയുന്ന കാര്യത്തിലൊന്നും യാതൊരു പുതുനിർമ്മിതിയും കൊണ്ടുവരികയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരാളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോഴാണ് അയാൾ ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് സൂഫി ത്വരീഖത്തുകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ? ആത്മീയ സംസ്കരണം, ആത്മീയ പരിശുദ്ധി, ആത്മീയ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കാടിനുള്ളിലോ
ഏതെങ്കിലും ഗുഹയിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് ദിക്റുകളൊക്കെ ചൊല്ലി തസ്കിയത്ത് ലഭിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. തസ്കിയത്തു നഫ്സിനാണ്. നമ്മുടെ ദുനിയാവ് കൊണ്ട് അല്ല, അവരെ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാർ പലപ്പോഴും അതിൽ വഞ്ചിതരായി പോകും. നമ്മളൊക്കെ ദുനിയാവിൻ്റെ ആൾക്കാരായി മാറിയിട്ടുണ്ട്, നമുക്ക് അള്ള വേണം, നമ്മൾ മൊത്തം അള്ളയാണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവർ എന്താണ് ഭയങ്കരമായ തൗഹീദാണ് ഇവർക്കുള്ളത് എന്നൊക്കെ ധരിച്ചു പോകും. എല്ലാം നമുക്ക് അള്ളയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവ് കൊണ്ടൊക്കെ ഭയങ്കര മനുഷ്യൻ്റെ കൽബ് കേടായി പോകും എന്നൊക്കെ പറഞ്ഞ ഭൗതിക വിരക്തിയൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെ കാടിന് ഉള്ളിലോ ഏതെങ്കിലും ഗുഹാമുഖത്തൊക്കെ പോയിട്ട് അതിൻ്റെ അകത്തൊക്കെ കയറി എന്നിട്ട് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത്? ഹാ ഹി ഹു എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത രൂപത്തിൽ ഒരുപാട് ദിക്റുകൾ, ആ രൂപത്തിൽ ചിലപ്പോൾ ശിർക്കൻ വിളികൾ അവരുണ്ടാകും. അല്ലാഹ് അല്ലാത്ത ആളുകൾ വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ബൈത്തുകളൊക്കെ ആലാപനം ചെയ്യുന്നുണ്ടാകും. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടൊന്നും ആത്മീയ ശുദ്ധീകരണം നടക്കുകയില്ല, തസ്കിയത്തു നഫ്സ് നടക്കുകയില്ല. തസ്കിയത്ത് നടക്കണമെങ്കിൽ ആദ്യം ഷിർക്കിൽ നിന്നും വിട്ടു നിൽക്കണം, ബിദ്അത്തുകളിൽ നിന്നും വിട്ടു നിൽക്കണം. അതേപോലെ അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, മൂന്നാമത്തെ കാര്യം കദാലിക യതസക്ക ബിന്നിസ്ബത്തി ലിമുആമലത്തിൽ ഖൽഖ്, പടപ്പുകളോടുള്ള വിഷയത്തിലും നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? ബിഹൈസു യുതഹിറു ഖൽബഹു മിനൽ ഗില്ലി വൽ ഹിഖ്ദി അല ഇഖ്വാനിഹിൽ മുസ്ലിമീൻ, തൻ്റെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളോട് വിദ്വേഷമോ പകയോ ഒന്നും അവൻ്റെ ഹൃദയത്തിൽ വെച്ച് ബാക്കി വെക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അവൻ ഫതജിദുഹു ദാഇമൻ താഹിറുൽ ഖൽബി യുഹിബ്ബു ലി ഇഖ്വാനിഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, എപ്പോഴും തൻ്റെ സഹോദരങ്ങളോട് തൻ്റെ കൽബിൽ എന്തായിരിക്കും? താൻ ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടും. ഒരാളെ ഉപദ്രവിക്കാൻ, പ്രയാസപ്പെടുത്താൻ ഇതൊരാളും എന്നോട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കത് ലഭിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവൻ മറ്റൊരാൾക്കും അത് ഉദ്ദേശിക്കാൻ പാടില്ല. ലാ യർളാ ലി അഹദിൻ അൻ യമസ്സഹു സൂ, ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിമാണോ അവനൊരു പ്രയാസം ഉണ്ടാവുക, അവനൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധിയായിട്ടില്ല എന്നാണ്. മുസ്ലിമീങ്ങളായ ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകണം, ഒരു പ്രയാസമുണ്ടാകണം, ഒരു ബുദ്ധിമുട്ടുണ്ടാകണം, അവർ സാമ്പത്തിക എന്താ പറയുക ബുദ്ധിമുട്ടിൽ അവർ അകപ്പെടണം, അല്ലെങ്കിൽ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടണം, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെടണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ വലിയ രോഗങ്ങൾ വരണം. ഇതൊന്നും സഹോദരങ്ങളെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടാൻ പാടില്ല. കാരണം എന്താണ്? നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, നിങ്ങൾ ഒരാളുടെ ഈമാനും പൂർത്തിയാവുകയില്ല ഏതുവരെ നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നു, നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ. കാരണം സ്വന്തത്തിന് ഒരാളും ഒരു ഉപദ്രവം വരുന്നത് ഇഷ്ടപ്പെടുകയില്ല, ഒരു നന്മ നഷ്ടപ്പെടുന്നത്, ഒരു നഷ്ടമുണ്ടാകുന്നത് ഒരാളും ഇഷ്ടപ്പെടുകയില്ല. അത് തൻ്റെ സഹോദരങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ സഹോദരങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ മൂന്ന് രൂപത്തിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കണം. ഒന്ന് അള്ളാഹുവിൻ്റെ ഹക്കിൻ്റെ വിഷയത്തിലാണ്, അത് തൗഹീദ് കൊണ്ടാണ്. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കിൻ്റെ വിഷയത്തിലാണ്, അത് സുന്നത്ത് കൊണ്ടാണ്, ബിദ്അത്തുകളിൽ നിന്നും കൽബിനെ ശുദ്ധീകരിച്ചുകൊണ്ട്. മൂന്ന് ജനങ്ങളുടെ വിഷയത്തിലാണ്, ആ വിഷയത്തിൽ നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ മോശം ഗുണങ്ങളിൽ നിന്നും, അസൂയ, വിദ്വേഷം, പക, ആ രൂപത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒരാൾ ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. അതാണ് മൻ തസക്ക എന്ന് പറഞ്ഞാൽ ഐ മൻ തതഹറ ളാഹിറഹു വ ബാത്തിനഹു, ഒരുവൻ്റെ ഉള്ളും പുറവും ഒക്കെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഖദ് അഫ്ലഹ മൻ തസക്ക, ആരാണോ സ്വയം പരിശുദ്ധി പ്രാപിക്കുന്നത് അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിജയം കിട്ടണമെങ്കിൽ ഈ പറയുന്ന എല്ലാ രൂപത്തിലുള്ള ശുദ്ധീകരണവും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പറയുന്ന എല്ലാ രൂപത്തിലുള്ള ശുദ്ധീകരണവും നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഖദ് അഫ്ലഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചിരിക്കുന്നു, പൂർണ്ണാർത്ഥത്തിലുള്ള വിജയമാണ് അഫ്ലഹ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒന്നും ലഭിക്കാനില്ല. ഒരാൾ ഫലാഹ് അയാൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവൻ ലഭിക്കും. അതിൽപ്പെട്ടതാണ് സ്വർഗം. അവന് പ്രയാസം ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടും. അതിൽപ്പെട്ടതാണ് ഏറ്റവും വലുത് നരകം. അതിന് താഴെയുള്ള ദുനിയാവിലാകട്ടെ ഖബറിലാകട്ടെ എല്ലായിടത്തുമുള്ള മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇത്. ഇപ്പോൾ ഇവിടെ ജനങ്ങളുടെ വിഷയത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനങ്ങളുടെ വിഷയത്തിലൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അവരോടൊരു പകയുണ്ടാവാതിരിക്കാൻ, വിദ്വേഷം ഉണ്ടാവാതിരിക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ് അദ്ദേഹം സ്വർഗ്ഗക്കാരനാണ് എന്ന് പറയാനുള്ള കാരണം നോക്കിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റു സഹാബികൾ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൽ പ്രത്യേകമായ പുതിയ അമലുകളൊന്നും കാണുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരു രാത്രിയും എൻ്റെ ഒരു സഹോദരങ്ങളോടും എൻ്റെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകളോട് നമുക്ക് ആ രൂപത്തിൽ
ബുദ്ധിമുട്ടുകളും ആ രൂപത്തിൽ പകയും വിദ്വേഷവും അവർക്ക് നാശമുണ്ടാകാനുള്ള ആഗ്രഹമൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് സ്നേഹമുണ്ടാകാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പ്രചരിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കാത്തിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധിക്കുകയുള്ളൂ. അഫല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്കൊരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമൊക്കെ ഉണ്ടാകും. ഏതാണ്? അഫ്ഷുസ് സലാം ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സലാം പറയുക എന്നുള്ളത് സഹോദരങ്ങളെ, അത് നമുക്കറിയപ്പെട്ട കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, വഹാദ ഷൈ മുഷാഹദ്, ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. ലൗ മർറ ബിക റജുലുൻ വലം യുസല്ലിം അലൈക സാറ ഫീ നഫ്സിക ഷൈ, ഒരാൾ നിന്റെ അരികിലൂടെ കടന്നുപോയി, അയാൾ നിന്നോട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകും. അതുപോലെ വൈദാ ലം തുസല്ലിം അലൈ അൻത സാറ ഫീ നഫ്സിഹി ഷൈ, അതുപോലെ നീ മറ്റൊരാളോട് സലാം പറയാതെ കടന്നുപോയാൽ നിന്നോട് അയാൾക്ക് അയാളുടെ മനസ്സിലും ഒരു പ്രയാസം ഉണ്ടാകും. നല്ലാക്കിൻ ലൗ സല്ലംത അലൈ, എന്നാൽ നീ അയാളോട് സലാം പറഞ്ഞാൽ, ഔ സല്ലമ അലൈ, അല്ലെങ്കിൽ അയാൾ നിന്നോട് സലാം പറഞ്ഞാൽ, സാറ ഹാദ ഖരിബാതി ബൈനകുമാ യൂജിബുൽ മവദ്ദത വൽ മഹബ്ബ, ഇത് പരസ്പരം സ്നേഹവും അതുപോലെ അടുപ്പവും ഒക്കെ നിർബന്ധമാക്കുന്ന ഒരു കാര്യമായി അത് മാറുന്നതാണ്. അതുകൊണ്ടാണ് വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സലാം, സലാമിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്കും നീ സലാം പറയണം. പരിചയക്കാരോട് മാത്രം സലാം പറയുക എന്നുള്ളത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ സലാം പറയണം. ഒരാൾ മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയാൽ സഹോദരങ്ങൾ, അവനോടുള്ള ഒരു ബാധ്യതയാണ് നമുക്ക് അവനോട് സലാം പറയുക എന്നുള്ളത്. അപ്പം അത് പരസ്പരം അടുക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്, അത് കൽബ് ശുദ്ധീകരിക്കാനുള്ള മാർഗത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഖദ് അഫ്ലഹ മൻ തസക്ക, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വദകറ സ്മ റബ്ബിഹി ഫസല്ല, ശുദ്ധീകരിച്ചവൻ, വദകറ സ്മ റബ്ബിഹി ഫസല്ല, തൻ്റെ റബ്ബിൻ്റെ നാമം സ്മരിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തവനാണ്. ഫസല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് വദകറ സ്മ റബ്ബി, അള്ളാഹുവിൻ്റെ നാമത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാം നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, നമ്മളെ നാവ് കൊണ്ട് മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതോടൊപ്പം അത് നാവ് കൊണ്ടുകൂടി പറയുക എന്നുള്ളതാണ്. ദക്കറ സ്മ റബ്ബിഹി എന്ന് പറഞ്ഞാൽ അതാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിൽ അള്ളാഹുവിന് എപ്പോഴും ചിന്ത ഉണ്ടാകണം, അത് നാവ് കൊണ്ട് പറയുക. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കലാണ്. വദക്കറ സ്മ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ നാമം സ്മരിക്കുക എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, വയദ്ഖുലു ഫീ ദിക്രി ഇസ്മില്ലാഹ് അൽ വുളു, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുക എന്നതിൽ പെട്ടതാണ് വുളു എന്ന് പറയുന്ന കാര്യം. അതിനുശേഷം ഫസല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ വുളു അവിടെ പ്രത്യേകം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുകയും അവർ നിസ്കരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് വുളു ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വുളു എന്ന് പറയുന്നതിൽ ഒരുപാട് ദിക്റുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിക്ർ അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ ശിരസാ വഹിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ദിക്റുകൾ. അള്ളാഹു ഹലാൽ ഹറാമുകൾ നിർബന്ധമാക്കിയാൽ, അള്ളാഹു ഹലാൽ ഹറാമുകൾ ശരീഅത്താക്കിയാൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഉള്ള ഒരു ദിക്റാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല വുളു എടുക്കാൻ പറഞ്ഞു നിസ്കാരത്തിന്. അപ്പോൾ നിസ്കരിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർക്കലാണത്. റബ്ബിൻ്റെ കൽപ്പന ഓർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വുളു എടുക്കുകയാണ്. അതൊരു ദിക്റാണത്. ഒന്നാമതായി അതാണ്. രണ്ടാമത് വുളു ആരംഭിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നൊരു ദിക്ർ നമ്മൾ പറയുന്നുണ്ട്. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് വുളു നമ്മൾ ആരംഭിക്കുന്നത്. ഓർമ്മയുണ്ടെങ്കിൽ നിർബന്ധമാണ് എന്നാണ്. മൂന്നാമത് ആ വുളുവിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതത്തഹിരീൻ. ഇതൊക്കെ പ്രാർത്ഥനകളാണ്, ഇതെല്ലാം ദിക്റുകളാണ്. അതാണ് വദകറ സ്മ റബ്ബിഹി ഫസല്ല, തൻ്റെ റബ്ബിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തവൻ എന്ന് പറഞ്ഞത് അതാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജുമയുടെ ഖുത്ബയാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജുമയുടെ ഖുത്ബയെ ദിക്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുംഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ, ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഫസ്ഔ, നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം, ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് എന്നാണ് പറഞ്ഞത്. ഖുത്ബത്തുൽ ജുമഅയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ഇവിടെ പറയുന്നത് ഫസല്ല എന്ന് പറഞ്ഞാൽ സലാത്തുൽ ജുമഅ, അതായത് ജുമഅ ദിവസം ഖുത്ബ ശ്രവിക്കലും അതുപോലെ തന്നെ നിസ്കരിക്കലുമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, ജുമഅ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ഒരു സൂറത്തും കൂടിയാണിത്. ഈ രണ്ട് അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അല്ല, ഇതെല്ലാ നിസ്കാരത്തിലും ബാധകമാണ്. കാരണം ഏതൊരു നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോഴും
അതിന് മുമ്പ് എന്ത് നടക്കുന്നുണ്ട്? വദക്കറ ഇസ്മ റബ്ബിഹി, തൻ്റെ റബ്ബിനെ സ്മരിക്കൽ നടക്കുന്നുണ്ട്. കാരണം എല്ലാ നിസ്കാരം നമ്മൾ വുളു എടുത്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ആ വുളുവിലാകട്ടെ ഈ പറയപ്പെട്ട ദിക്റുകളുണ്ട്. വുളു എന്ന് പറയുന്ന കർമ്മം തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ്. അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ ദിക്റുകളാണ്. അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് വേറെ ചില മുഫസ്സിറുകൾ പറഞ്ഞത്. വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, നിന്റെ റബ്ബിൻ്റെ ഒരുവൻ്റെ റബ്ബിൻ്റെ നാമത്തെ സ്മരിക്കുകയും ഫസല്ല അവൻ നിസ്കരിക്കുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അതിനുശേഷം നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുന്നു ബൽ തുസിറൂന അൽ ഹയാത ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖ. എന്നാൽ ബൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ലിൽ ഇദ്റാബ് അൽ ഇന്തിഖാലി എന്ന് പറയും. അതായത് ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ പറയുന്ന കാര്യമാണ് അവിടെ ബൽ. എന്നാൽ നമ്മൾ മലയാളത്തിൽ പറയാൻ, എന്നാൽ തുസിറൂന അൽ ഹയാത ദുനിയ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളവരാണ് വിജയിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിലും ബൽ തുസിറൂന അൽ ഹയാത ദുനിയ, നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതാണ് നിങ്ങൾ ആഖിറത്തിനേക്കാളും തിരഞ്ഞെടുക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ബൽ തുസിറൂന അൽ ഹയാത ദുനിയ, നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ വൽ ആഖിറതു ഖൈറു വഅബ്ഖ, ആഖിറത്താണ്, പരലോകമാണ് ഖൈർ, അതിലാണ് എല്ലാ നന്മയും ഉള്ളത്. വഅബ്ഖ, അത് എന്നെന്നും ബാക്കിയാകുന്നതാണ് എന്നാണ്. കാരണം ദുനിയാവ് എന്ന് പറയുന്ന സഹോദരങ്ങളെ, ആ ദുനിയാവിൽ ഒരാൾക്ക് മുഴുവൻ സൗകര്യങ്ങളും മുഴുവൻ സുഖ സൗകര്യങ്ങളും ഒരാൾക്ക് ലഭിച്ചാൽ പോലും അതിൻ്റെ ഏറ്റവും വലിയ ദുഃഖവും അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയും ഏറ്റവും വലിയ കുറവും എന്താണ്? അത് നഷ്ടപ്പെടും. എത്ര വലിയ സുഖ സൗകര്യങ്ങൾ ലഭിച്ച ഒരാൾക്കും ഒരു നാൾ അത് നഷ്ടപ്പെട്ട് ഇല്ലാതെ തന്നെ, ഒന്നുമില്ലാതെ വെറും കൈയോടെ പോകേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഹദീസിൽ കേട്ടിട്ടുണ്ടാകും, ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ദുനിയാവും അതിലുള്ള മുഴുവൻ കാര്യങ്ങളും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദുനിയാവ് ഉണ്ടായത് മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്തെല്ലാം ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും ലാഭകരമാണ് സുബഹി നിസ്കാരമല്ല, സുബഹിക്ക് മുമ്പുള്ള ഒരു 2 റക്അത്ത് അതിൻ്റെ സുന്നത്തായിട്ടുള്ള നിസ്കാരം, നിർബന്ധമല്ല, സുന്നത്തായിട്ടുള്ള നിസ്കാരത്തിൻ്റെ ഫضല് അത്ര കണ്ടുണ്ട് എന്നാണ്. അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് സ്വർഗത്തിൽ ചെറിയൊരു സ്ഥലമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, ചെറിയൊരു സൗകര്യമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പോലും അത് തന്നെ ദുനിയാവ് വെച്ച് നോക്കുമ്പോൾ ദുനിയാവിലെ സകല സുഖങ്ങളെയും മറപ്പിക്കുന്ന കാര്യമാണ്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സുഖം എന്ന് പറയുന്നത്, അതായത് സ്വർഗത്തിൽ ഒരാൾ ഒന്ന് മുക്കിയെടുക്കുമെന്നാണ് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന് മുക്കിയെടുക്കും. അയാൾ ദുനിയാവിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ്. അയാൾ ആ പ്രയാസങ്ങളെല്ലാം മറന്നു പോകുക. ആ പ്രയാസങ്ങളെല്ലാം മറന്നു, അയാൾ ദുനിയാവിൽ ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല എന്ന് പറയും, ഒരൊറ്റ മുക്കൽ. അതാണ് സ്വർഗത്തിൻ്റെ സുഖം എന്ന് പറയുന്നത്. അതാണ്, അത് എന്നും ബാക്കിയാകുന്നതാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരിക്കൽ പ്രവേശിച്ചാൽ പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യില്ല, അയാൾക്ക് അതിൽ നിന്നും പുറത്തു പോകേണ്ടി വരികയില്ല. ലാ യമസ്സുഹും ഫീഹാ നസബ്, അവിടെ ഒരു പ്രയാസം അവർക്ക് ബാധിക്കുകയില്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ, അതിൽ നിന്നും അവർ ഒരിക്കലും പുറത്തു കടക്കാൻ ആവശ്യപ്പെടുകയുമില്ല. സ്വർഗത്തിൽ കയറിയാൽ ഒരിക്കലും പിന്നീട് ഒരാൾക്കും അതിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരികയില്ല. അങ്ങനെയുള്ള സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഖൈറു വഅബ്ഖ, അത് ഏറ്റവും ഖൈറായത്, ഏറ്റവും നന്മയുള്ളതും എന്നും നിലനിൽക്കുന്നതും അതാണ്. ഇതെല്ലാ ആഴ്ചയിലും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നിസ്കാരങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ദീനിൻ്റെ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത്, അതിൽ നിന്നും നമുക്ക് തൗബ ചെയ്ത് മടങ്ങാൻ കാരണമാകേണ്ടതുണ്ട്. കാരണം വൽ ആഖിറതു ഖൈറു വഅബ്ഖ, നിങ്ങൾ എന്തെല്ലാം ഇവിടെ കഷ്ടപ്പെട്ട്, എന്തെല്ലാം പ്രയാസപ്പെട്ട് ദീനിൻ്റെ പല കാര്യങ്ങൾ ഉപേക്ഷിച്ച് ചെയ്യുന്ന ആൾക്കാരില്ലേ, അല്ലെ? നിസ്സാരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദീനിൻ്റെ പല നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ട് അവനുണ്ടാക്കുന്നത് എന്തായിരിക്കും? കൂടി വന്ന 1 ലക്ഷം, അല്ല 1 കോടി, എന്താവട്ടെ, എത്രയാകട്ടെ, ദീനിൻ്റെ ഏറ്റവും ചെറിയ ഒരു നിസ്സാരമാണ് എന്ന് അവൻ തോന്നിയിട്ട് അവൻ ഒഴിവാക്കുന്ന കാര്യമാകട്ടെ, അത് അവന് നഷ്ടമായിരിക്കും. കാരണം ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് ഒരാൾ എന്നും ഒഴിവാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ നേരത്ത് പോയി പണിയെടുത്ത് 1 ലക്ഷം റുപ്യ കിട്ടും എന്ന് വിചാരിച്ചിട്ട് 2 റക്അത്ത് ഒരാൾ ഒഴിവാക്കുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ദുനിയ നാളെ പരലോകത്തെത്തിയാൽ നഷ്ടമായിരിക്കും. അനാലോചിച്ച് പോയാൽ നഷ്ടമായിരിക്കും. 2 റക്അത്ത് ഒഴിവാക്കിയതിന് പിന്നെ ഖേദിക്കേണ്ടി വരും. കാരണം ദുനിയാവിലുള്ള മുഴുവൻ കാര്യത്തെക്കാളും ഖൈറാണ് ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഉണ്ടാക്കിയ ദുനിയാവ് മുഴുവനൊന്നും കിട്ടുന്നില്ല, അതിന് ചെറിയൊരു എന്തെങ്കിലുമൊക്കെയാണ് കിട്ടുന്നത്. ഒരു സുന്നത്ത് ഒഴിവാക്കിയാൽ ഒരാൾക്ക് ഉണ്ടാകുന്ന നഷ്ടം അതാണ്. അപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് ഒഴിവാക്കിയാൽ നഷ്ടം എന്തായിരിക്കും? എത്ര വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത്. വൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ, ആഖിറത്താണ് ഏറ്റവും ഖൈറുള്ളതും, വഅബ്ഖ അത് എന്നും നിലനിൽക്കുന്നതും എന്നാണ്. അവസാനത്തെ ആയത്തിൽ പറയുന്നു, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല, തീർച്ചയായും ഇത്
ആദ്യത്തെ ഏടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അസ്സുഹഫുൽ ഊല, ആദ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വേദഗ്രന്ഥങ്ങളാണ്. ഒരുപാട് വേദഗ്രന്ഥങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ അറിയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഖുർആൻ, ഇൻജീൽ, സബൂർ, അതേപോലെ തന്നെ സുഹഫ് ഇബ്രാഹിമ വ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കുമുള്ള ഏട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്തിന് പുറമെ ഏട് എന്ന് പറഞ്ഞിട്ട്, സുഹഫ് എന്ന് പറഞ്ഞിട്ട് വേറെയും ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ, അഥവാ ദുനിയാവാണ് ആഖിറത്തിനേക്കാളും, ആഖിറത്താണ് ദുനിയാവിനേക്കാളും ഖൈറും വ അബ്ഖ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അത് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊല സുഹഫ് ഇബ്രാഹിം വ മൂസ, തീർച്ചയായും ആദ്യത്തെ ഏടുകളിൽ തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇബ്രാഹിമിൻ്റെയും മൂസയുടെയും ഏടുകളിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ഉപദേശം നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് ഉപദേശം നൽകുകയാണ്. ഈ ദുനിയാവിൻ്റെ നൈമിഷികതയും ദുനിയാവിൻ്റെ കുറവുകളും വിശദീകരിച്ചു തന്നിട്ട് ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഈ സൂറത്തിൻ്റെ വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.